ക്യാൻഡിൽ കണ്ടിട്ട് ജേർണലിംഗ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആരും ഓടിപ്പോവല്ലേ. നമ്മളിന്നത് ഈ കാണുന്ന സ്പൂൺ വെച്ചിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് സ്പൂൺ ഉണ്ടെങ്കിലേ ഇതുപോലെ ഒന്ന് ക്യാൻഡിൽ കാണിച്ചിട്ട് ഉരുക്കിയെടുക്കണം. പിന്നെ ഉരുക്കിയെടുക്കുമ്പോഴേക്കും ശ്രദ്ധിക്കണം, അധികം അങ്ങ് ഉരുക്കി പോവല്ലേ. ആൻഡ് ഓൾസോ കൈ പൊള്ളാണ്ട് എന്താണെന്ന് നോക്കണം. എല്ലാ സ്പൂണും ഉരുക്കിയൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ അതിനൊന്ന് പെയിന്റ് അടിച്ചെടുക്കലാണ്. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെയിന്റ് പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഉണങ്ങി കിട്ടിയപ്പോഴേക്കും അതിന്റെ മുകളിലോട്ട് ഞാൻ ലൈറ്റ് പർപ്പിൾ കളർ കൊടുത്തു. അതും ഉണങ്ങി വന്നപ്പോഴേക്കും സെന്ററിലേക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള പർപ്പിൾ കളർ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഗ്ലൂഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കും. ഗ്ലൂഗണ്ണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശ യൂസ് ചെയ്താലും മതി. അപ്പൊ ഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അത് ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പഴയ ഒരു ക്ലിപ്പിലേക്ക് ഇതങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ പറ, എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ലോറൽ ക്ലിപ്പ്? നമ്മുടെ ക്ലിപ്പ് ട്രയൽ ചെയ്ത് നോക്കാനായിട്ട് വേറെ മോഡൽസിനും കിട്ടാത്തതുകൊണ്ടേ ഞാൻ തന്നെയാണ് എന്റെ ക്ലിപ്പിന്റെ മോഡൽ. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.